ഹലോ എവരി വൺ. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസൈൻ ഓഫ് ഡിഫറൻഷ്യേറ്ററിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. തിയറി ഓഫ് ഡിഫറൻഷ്യേറ്റർ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിസൈൻ എ ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ട് ദാറ്റ് ഡിഫറൻഷ്യേറ്റ് എ സ്ക്വയർ വേവ് ഓഫ് 10 വോൾട്ട് പീക്ക് ടു പീക്ക് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് 1 കിലോ ഹെർട്സ് ഫ്രീക്വൻസി. നമുക്കൊരു ഡിഫറൻഷ്യേറ്റർ ആണ് ഇവിടെ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഹൈ പാസ് ഫിൽറ്റർ ഡിഫറൻഷ്യേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് RC ലെസ് ദാൻ 0.0016 T എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനത്തുള്ള പ്രോബ്ലം ചോദിക്കുമ്പം ആ ഡിഫറൻഷ്യേറ്റർ അങ്ങ് ഡ്രോ ചെയ്യുക. അതായത് നമ്മുടെ ഹൈ പാസ് ഫിൽറ്റർ വരയ്ക്കുക. അപ്പോൾ ഹൈ പാസ് ഫിൽറ്ററിൻ്റെ കേസിൽ ഇൻപുട്ടിൽ കപ്പാസിറ്ററും ഔട്ട്പുട്ടിൽ റെസിസ്റ്ററുമാണ് വരുന്നത്. ഇപ്പോൾ കപ്പാസിറ്റർ, റെസിസ്റ്റർ, ഇൻപുട്ട് സൈഡിൽ VI, ഔട്ട്പുട്ട് സൈഡിൽ VO, കറണ്ട് I. ഓക്കെ. അപ്പോൾ ഈ ഹൈ പാസ് ഫിൽറ്ററിൻ്റെ സർക്യൂട്ട് ആദ്യം അങ്ങ് ഡ്രോ ചെയ്യുക. ഇപ്പോൾ ഡിഫറൻഷ്യേറ്റർ ചോദിക്കുകയാണെങ്കിൽ ഇനി ഇതിനകത്ത് നമുക്ക് സ്ക്വയർ വേവ് ആണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ പീക്ക് ടു പീക്ക് ആംപ്ലിറ്റ്യൂഡ് 10 വോൾട്ട് ആണ്. അതുപോലെ ഫ്രീക്വൻസി ഡിസൈൻ ചെയ്യേണ്ടത് 1 കിലോ ഹെർട്സ് ഫ്രീക്വൻസിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ RC ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.0016 T ആണ്. അപ്പോൾ ഇതിനകത്ത് T ഉണ്ട്. നമുക്ക് ഓൾറെഡി അറിയാം ഫ്രീക്വൻസിയും T ആയിട്ടുള്ള റിലേഷൻ എന്ന് വെച്ചാൽ ഇൻവേഴ്സ് റിലേഷനാണ്. അപ്പം ഇവിടെ T ആണ് വേണ്ടത്. സോ T ഈക്വൽ ടു 1/F ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 1/F. 1 കിലോ ഹെർട്സ് ആണ്. 1 കിലോ മീൻസ് 1 × 10⁻³ ആണ്. ഓക്കെ. അപ്പം ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 10⁻³ ദാറ്റ് ഈസ് 1 മില്ലി സെക്കൻഡ് എന്ന് വരും. ഓക്കെ. നമുക്ക് ഇതിനകത്ത് ടിയുടെ വാല്യൂ 1 മില്ലി സെക്കൻഡ് എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറും C ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആറോ സിയോ ഏതെങ്കിലും ചൂസ് ചെയ്യണം. അപ്പോൾ നോർമലി നമ്മൾ ചൂസ് ചെയ്യുന്നത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ആറിൻ്റെ വാല്യൂ ഈക്വൽ ടു 160 കിലോ ഹെർട്സ് എന്ന് എടുത്തു. എടുക്കാം 10K അങ്ങനെ ഏത് വാല്യൂ ആണെങ്കിലും എടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ കണ്ടീഷൻ ഉണ്ടല്ലോ RC ഞാനിപ്പോൾ ഈക്വൽ ടു എടുക്കുകയാണ്. ഈക്വൽ ടു 0.0016 T. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആറിൻ്റെ വാല്യൂ നമ്മൾ 160K എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻറ്റു C ഈക്വൽ ടു 0.0016 ഇൻറ്റു T. ഇവിടെ നമ്മൾ 1 മില്ലി സെക്കൻഡ്, അത് 10⁻³ എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇതിൽ നിന്ന് ഈ C വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്താൽ ആദ്യം C ഈക്വൽ ടു 0.0016 ഇൻറ്റു 10⁻³ ഹോൾ ഡിവൈഡ് ബൈ ഇവിടെ ഈ 160K ആണ്. അപ്പം ഇൻറ്റു 10⁻³ വരും. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കപ്പാസിറ്റൻസ് വാല്യൂ ഒന്നിൽ മ്യൂ അല്ലെങ്കിൽ പൈക്കോയാണ്. അപ്പോൾ ഇത് ഏതെങ്കിലും സ്റ്റാൻഡേർഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം ഇതിൻ്റെ കേസിൽ നമുക്ക് ദിസ് ഈസ് ഈക്വൽ ടു 0.0016 ഇൻറ്റു ഈ 10⁻³ മേളിൽ പോകുമ്പോൾ 10⁻³ ഈ പ്ലസ് മേളിൽ പോകുമ്പം -6 വരും. ഡിവൈഡഡ് ബൈ 160 എന്ന് വരും. അപ്പോൾ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് ഏതെങ്കിലും സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 10 പൈക്കോ ഫാരഡാണ്. പൈക്കോ മീൻസ് 10⁻⁻12. ഓക്കെ. ആ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇതാണ് ഒരു ഡിഫറൻഷ്യേറ്ററിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ. ഫസ്റ്റ് ഡിഫറൻഷ്യേറ്റർ ചോദിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഹൈ പാസ് ഫിൽറ്ററാണ് ഡിഫറൻഷ്യേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് അങ്ങ് ഡ്രോ ചെയ്യുക. അതിനുശേഷം കണ്ടീഷൻ എഴുതുക. കണ്ടീഷൻ എഴുതിയതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് 2 അൺനോൺസ് ഉള്ളത്. റെസിസ്റ്റൻസ് നമ്മൾ ചൂസ് ചെയ്ത് വാല്യൂ ഓക്കെ ചൂസ് ചെയ്തിട്ട് ഇവിടെ എത്ര കിലോ ഹെർട്സ് ആണെന്നുള്ളതുണ്ട്. അതനുസരിച്ച് നമ്മൾ ടൈം പീരീഡ് ഫൈൻഡ് ഔട്ട് ചെയ്ത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് C. അപ്പം ഇതാണ് ഒരു ഡിഫറൻഷ്യേറ്ററിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ. താങ്ക് യു.